തേക്കിൻതടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രതിമ തീർത്ത കൊടുങ്ങല്ലൂർ സ്വദേശി BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6.5 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള ശില്പം ഒരുക്കിയിരിക്കുന്നത്. ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശില്പം നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ശംഖു ബസാറിലുള്ള രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത്. പൂർണ്ണമായി തേക്കിൻതടിയിലാണ് ഇത് നിർമ്മിച്ചത്. 3 ലക്ഷത്തോളം രൂപ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ചിലവായതായി രവീന്ദ്രൻ പറഞ്ഞു. 6.5 അടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത്. പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ്. തൃശൂരിൽ പുതുതായി പണിത BJP ജില്ലാ ഓഫീസിൽ പ്രതിമ സ്ഥാപിക്കും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ലിഷോയ് ചേർന്ന് കൂടെ. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ പറയുമായിരുന്നു ഇവരോട്, പ്രേക്ഷകരോട്, അതായത് ഈ കല്ലിലും മരത്തിലും ഒക്കെ കവിത വിരിയിക്കുക എന്ന് പറയാറുണ്ട്. സാധാരണ ശില്പങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക. കാരണം ആ കരവിരുതിൻ്റെ ഫലം ഉണ്ടല്ലോ, അതങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയും സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്ര ഭംഗിയായിട്ടാണ് ആ മരത്തിൽ അത് കൊത്തിയെടുത്തിരിക്കുന്നത്. അതും 50 ദിവസം കൊണ്ട് എന്ന് പറയുന്നത് അതൊരു ചെറിയ കാലയളവാണ്. ആ കാലയളവിൽ ഇത്ര മനോഹരമായി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. തീർച്ചയായും ആ ഒരു കലാകാരനെ നമ്മൾ അത്രയേറെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയേറെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ അയാളുടെ ഒരു കരവിരുതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു ശില്പം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് നല്ലൊരു പെർഫെക്ഷനുള്ള ഒരു ശില്പമാണ്. അതിനോടൊപ്പം തന്നെ ഈ ശില്പി എന്ന് പറയുന്നത് ഡാവിഞ്ചി സുരേഷിൻ്റെ സഹോദരൻ കൂടിയാണ്. അപ്പോൾ ഡാവിഞ്ചി സുരേഷിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ പലപ്പോഴായി തത്സമയത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും എല്ലാം തന്നെ നിരവധിയായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കലാകാരനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഈ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയും ഒരു ജീവനുള്ള ഒരു ശില്പം നിർമ്മിക്കാനായി കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കൂടാതെ തേക്കിൻതടി കൊണ്ടാണ് പൂർണ്ണമായും ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചെറിയ ഈ ആ ഒരു ലൈനിങ്ങിനെല്ലാം തന്നെയായ ഉള്ള ഒരു ചെറിയ മിനുക്കുപണികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ മരം കൊണ്ട് കൊത്തിയെടുത്ത് തന്നെയാണ് എന്നുള്ളതാണ്. അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നതും. എന്തായാലും അധികം വൈകാതെ തന്നെ BJP ജില്ലാ ഓഫീസിലേക്ക് ഈ ശില്പം എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഈ ശില്പം കാണാനും മറ്റുമായി എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും മറ്റും ഈ ശില്പം നിർമ്മിക്കുന്ന ഈ സ്ഥലത്തേക്കും മറ്റുമെല്ലാം തന്നെ എത്തുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ വെച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചതെല്ലാം തന്നെ. എന്തായാലും ഇനിയും ഒരുപാട് ശില്പങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും ലിഷോയ്.